ഇതു ജീവിതം ജനിമൃതികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ വാണവരാണധികം വഴി വീണവരും സുലഭം മിഴികളിലുതിരും പെരുമഴ നനയാ ഒരു ഹൃദയം ജീവിതം സാക്ഷി ജീവിതം സാക്ഷി ജീവിതം സാക്ഷി. കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ അബ്ദുൽ സത്താർ, കെൽസ അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി കമല മേനോൻ, സൈക്കോളജിസ്റ്റ് കൗൺസിലർ പൂജ വി കെ. പ്രണയം ദൈവീകമാണ്, ഈശ്വരാംശമുള്ളവർക്കേ പ്രണയിക്കാൻ കഴിയൂ എന്നാണ് പ്രണയിച്ച ആൾക്കാർ പറയുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ പ്രസിദ്ധമായ പ്രണയ കഥകളിലൊന്നും തന്നെ നായികാനായകന്മാർ ഒന്നിച്ചിട്ടില്ല. റോമിയോ ജൂലിയറ്റ് ആകട്ടെ, സലിം അനാർക്കലി ആകട്ടെ, നമ്മുടെ രമണനും ചന്ദ്രികയും ആകട്ടെ, അവരൊരുമിച്ച് ജീവിച്ചിട്ടേ ഇല്ല. അവരിലെ പ്രണയം നിലനിന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ജീവിതം തുടങ്ങുമ്പോൾ ഈ പ്രണയം എവിടെ പോകുന്നു? ഇവിടെ വരുന്ന കുടുംബ കഥകളിലൊക്കെ തന്നെ പ്രണയിച്ച് ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയവർ ഒരു പ്രത്യേക ഘട്ടം, ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രണയമെന്ന പ്രകാശം നഷ്ടപ്പെട്ട് ഇരുട്ടിലേക്കാകുന്ന ഒരവസ്ഥയാണ്. ഇവിടെയും വിചിത്രമായ ആ പ്രണയം വളരെ ചെറിയ പ്രായത്തിൽ അബദ്ധത്തിൽ ചാടിയ ഒരു പെൺകുട്ടി, സ്വയം എടുത്ത തെറ്റായ തീരുമാനങ്ങൾ, നമ്മുടെ ഇവിടെ വരുന്ന സ്ഥിരം കഥകളിലെ മൊബൈൽ എന്ന വില്ലനിലൂടെ വന്ന ഒരു പ്രണയം, ആ പ്രണയം ആ കുട്ടിയുടെ ജീവിതം എങ്ങനെ കൊണ്ടുവന്ന് എവിടം വരെ എത്തിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ കഥ. ജീവിതം സാക്ഷി. ഇന്നത്തെ പരാതിക്കാരൻ മുത്തപ്പൻ. മുത്തപ്പന്റെ ആംഗിളിൽ ആദ്യം കഥ കേൾക്കാം. അഞ്ചുതങ്ങാണ് സ്വദേശം. അതെ. എത്ര വയസ്സായി മുത്തപ്പന് ഇപ്പോൾ? 33 വയസ്സ്. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് അമ്മ, അച്ഛൻ, 3 ചേച്ചിമാര്, 2 അനുജത്തിമാര്. 3 ചേച്ചിമാര്, 2 അനിയത്തിമാര്, ഒരേ ഒരു ആൺകുട്ടിയാണ് വീട്ടില്. അപ്പൊ അതിൻ്റെതായ വാത്സല്യവും കാര്യങ്ങളും ഒക്കെ അച്ഛനും അമ്മയ്ക്കും പ്രത്യേകം സ്നേഹമൊക്കെ ഉണ്ട്. ജോലി കടലില് ആ മത്സ്യബന്ധനം. ചേച്ചിമാരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തയച്ചു? അയച്ചു. പിന്നെ അനിയത്തിമാരെയും കെട്ടിച്ചു കൊടുത്തു. എല്ലാരെയും കെട്ടിച്ചു കൊടുത്തു. അപ്പൊ മുത്തപ്പൻ ഇതുവരെ പഠിച്ച ക്ലാസ് 5ാം സ്റ്റാൻഡേർഡ് വരെ, 5th വരെ പോയി. പിന്നെ പഠിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ അച്ഛനെ സഹായിക്കാനായിട്ട് കുടുംബത്തിൽ ഒരാണേ ഉള്ളൂ, അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അമ്മ ജോലിക്ക് പോകുമായിരുന്നില്ല? ഇല്ല, അച്ഛൻ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. അച്ഛൻ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടോ? എപ്പോഴും ഉണ്ട്. എങ്ങനെ പരിചയപ്പെട്ടു നിങ്ങളുടെ ഭാര്യ ശാരിയെ? ഫസ്റ്റ് ഫോണിൽ കൂടെ ആയിരുന്നു. ഫോൺ നമ്പർ മാറ്റി വിളിച്ചതാ. ഒരു റോങ് നമ്പറായിട്ട് അയാൾ ഇങ്ങോട്ട് വിളിച്ചതാ. ആ കുട്ടി മുത്തിനെ വിളിച്ചു. അങ്ങനെ പരിചയപ്പെട്ട് ഫോണിൽ കൂടെ ഒരു 2 മാസം വരെ, 1 മാസം വരെ സംസാരമാണ്. റോങ് നമ്പറായിട്ട് വന്നിട്ട് വെറുതെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞോളം പിന്നെ കാണണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. അങ്ങനെ അയാളുടെ ഫോട്ടോ പിന്നെ ഒരു ലെറ്റർ പോസ്റ്റ് വഴി എനിക്ക് അയച്ചു വിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വായിച്ചു നോക്കിയിട്ട് പിന്നെ വീട്ടിൽ ഫോട്ടോ കാണിച്ചപ്പോൾ വളരെ സന്തോഷമായി വീട്ടുകാർക്കൊക്കെ. പിന്നെ അങ്ങർക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമായി. അപ്പോൾ ഞാൻ പറഞ്ഞ് എവിടെ വരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കായംകുളത്ത് പ്രൈവറ്റ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ മാസം 10-ാം തീയതി കാലത്ത് 10 മണിക്കുള്ള ട്രെയിനിന് ഞാൻ അവിടെ എത്തി. അപ്പോൾ ആളെന്നെ കണ്ട്. അപ്പോൾ ഞാൻ കണ്ടോടം ചിരിച്ചുകൊണ്ടിരുന്നു. 18 വയസ്സും 6 മാസമായിട്ടുണ്ടായിരുന്നു. കൂടെ ഞാൻ തന്നെയാണ് ചോദിച്ചത്, പിന്നെ ഇയാൾക്ക് എന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ടെ, ഞാൻ ഒരു വികൃത രൂപമല്ലയോ എന്ന് എൻ്റെ മുഖവീസ് ഞാൻ പറഞ്ഞ നമ്മുടെ മുഖം നമ്മൾ കണ്ണടി കാണത്തില്ലയോ? അതൊക്കെ അങ്ങനെ ഒരു തോന്നലുണ്ടാവുമ്പോ യാതൊരു കാര്യമില്ലല്ലോ. നിങ്ങളുടെ പിന്നെ ഉള്ളിനകത്ത് അങ്ങനെ വെറുതെ ഒരു ധാരണ.
പറയൂ. എന്നിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ച് എങ്ങനെ ഇയാളെന്നെ ഇഷ്ടപ്പെടുന്നത്, ഇയാൾ ഇച്ചിരി ക്ലാമറുള്ളതല്ലേ? അങ്ങനെ പറയാ ക്ലാമറിനും ഇതിനൊന്നും കാര്യമില്ല, പിന്നെ ഇഷ്ടമാണ്. ആ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ, ഞാൻ കടലിൽ ജോലി ചെയ്യുന്നവനാ, ഇഷ്ടപ്പെടുമോ? എൻ്റെ ചെറിയ വീടാണ്, 5 പെങ്ങന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട് കാണണമെന്ന് പറഞ്ഞു അയാൾ. ഞാൻ വേണ്ട, ഇന്ന് വേണ്ട, അടുത്ത ഒരു തിരുവ വരുമ്പോൾ ഞാൻ കൊണ്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങേർക്ക് അപ്പം തന്നെ കാണണം. അപ്പോൾ അപ്പം തന്നെ അടുത്ത ട്രെയിനിൽ ഞാൻ പറഞ്ഞു വീട്ടിൽ പറയാതില്ലേ വരുന്നത്, പിന്നെ എങ്ങനെയാ അത് തോനെ ദൂരമുണ്ടോ? ഞാൻ പറഞ്ഞു 2 മണിക്കൂർ ട്രാവൽ ചെയ്താലേ പോകാൻ പറ്റത്തുള്ളൂ, കായംകുളത്തുനിന്ന് ഇങ്ങ് വരണ്ടേ, ആറ്റിങ്ങൽ വരെ വരണ്ടേ. ഞാൻ പറഞ്ഞു 2 മണിക്കൂർ, ആ പോയിട്ട് പെട്ടെന്ന് വരാമല്ലോ. ഞാൻ പറഞ്ഞു പെട്ടെന്ന് വരാൻ പറ്റുമെന്നറിയാൻ വയ്യ, എന്നാലും കൊണ്ടുപോയി, വീട്ടിൽ കൊണ്ടുപോയി. എൻ്റെ അനുജത്തിയായിട്ടൊക്കെ ഇച്ചിരി നേരം സമയം ചിലവഴിച്ച് കടൽ കാണണമെന്ന് പറഞ്ഞ് കടൽത്തീരമൊക്കെ കാണിച്ചു കൊടുത്ത്. അപ്പോൾ സമയം നോക്കിയപ്പോൾ 3 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരുപാട് ലേറ്റാവും, ഇപ്പോൾ കയറിയ ഏകദേശം ഒരു 5-5:30-6 മണിക്കകത്ത് വീട്ടിൽ പോവാം, ഒന്ന് ഇറങ്ങാൻ നോക്ക്. അങ്ങനെ ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഞാൻ പറഞ്ഞില്ല, ആറ്റിങ്ങൽ വരെ ഞാൻ വരാം, അത് കഴിഞ്ഞ് ഇയാൾ ഒറ്റയ്ക്ക് പോകുന്നല്ലേ പറയുന്നത്, അങ്ങനെ ഒറ്റയ്ക്കൊന്നും ട്രാവൽ ചെയ്യരുത് എന്ന് അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. എന്നിട്ടും ആറ്റിങ്ങിൽ നിന്ന് ബസ് കയറ്റി ഞാൻ വിട്ടു. അപ്പോൾ ഈ ട്രാഫിക്കിൽ കുരുക്കിൽ പെട്ടിട്ടുണ്ട് വണ്ടി. ആളെ വീടെത്തിയപ്പോൾ 7:30 മണിയായിരുന്നു. അങ്ങനെ 8:30 മണിക്ക് ഒരു ഫോൺ കോൾ വന്നായിരുന്നു. അപ്പോൾ എന്താ ചെയ്തത്? അച്ഛൻ കമ്പിയൊക്കെ പഠിപ്പിച്ച് തുടയിലൊക്കെ വെച്ച് നിന്ന് അടിച്ചൊക്കെ മൊബൈൽ തല്ലി പൊട്ടിച്ച് ഞാൻ അച്ഛൻ്റെ മൊബൈലിൽ നിന്ന് കാണാതെ വിളിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ ഒരാഴ്ച വരെ ഫോൺ കോളൊന്നും വിളിച്ചാൽ എടുക്കത്തില്ല. അവിടെ മമ്മ പിന്നെ എടുത്തെടുത്ത് കട്ടായി കളയും. അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസം ഞാൻ ഫോൺ കോൾ ചെയ്തായിരുന്നു ഇവിടെ വീട്ടിലെ ലാൻഡ് ഫോണിലോട്ട്. അപ്പോൾ ഫോൺ ഇവിടെ അമ്മ എടുത്തായിരുന്നു. അമ്മ എടുത്തിട്ട് ഹലോ ഇതാരാ? ഞാൻ പറഞ്ഞു ശാരികയുടെ അമ്മയാണ്. നീ ആണാണോ എന്നൊക്കെ കുറേ ഇത് പറഞ്ഞായിരുന്നു. നിനക്ക് വലിയ ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് സംസാരിക്കണം. രാവിലെ ഞാൻ ഇവരെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് പോയി തനിച്ച്. ഞാൻ തനിച്ചല്ല, ഒരു കൈ വയ്യാത്ത എൻ്റെ ഒരു അളിയൻ ഉണ്ടായിരുന്നു പയ്യൻ, അവനും കൂടെ ആയിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് വീടും വഴിയൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് വഴിയൊന്നും അറിഞ്ഞുകൂടാ, നിങ്ങളെ വിളിക്കുന്ന നരകത്തിലോട്ട് വരാൻ നിങ്ങളൊന്ന് വഴി പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് വീട്ടിലോട്ട് വരാം. അവർ തന്നെയാണ് വഴി പറഞ്ഞു തന്ന് വീട്ടിലോട്ട് പോയി. അപ്പോൾ എനിക്കും ഇവിടെ ഒന്ന് കാണണമായിരുന്നു. അവിടെ പോയപ്പോൾ അവിടെ ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടി അവിടെ വെച്ചിരിക്കുക, എന്തോ പെണ്ണുകാണാൻ ചടങ്ങിൽ വെച്ചിരിക്കുന്ന പോലെ. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഇവർ ആദ്യം ഹിന്ദു ആയിരുന്നു, പിന്നീട് ബന്ധകോസിലൊക്കെ മാറി ഇന്ന് അവിടെ പാസ്റ്റർമാരൊക്കെ ഇരുന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് നിങ്ങളെങ്ങനെയാണ് പരിചയം, 5 തെങ്ങിലുള്ള ഇയാൾ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? അയാളുടെ അടുത്ത് ചോദിച്ചു, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് കൂടുതൽ ഇവിടെ ഒന്ന് കാണണമായിരുന്നു, അകത്താണ് വെച്ചിരുന്നവർ. അങ്ങനെ ഇവിടെ അച്ഛൻ വന്നായിരുന്നു. ഇവിടെ അച്ഛൻ ഈ ഫർണിച്ചറിൻ്റെ ജോലിയാണ്. അങ്ങനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് വന്നിട്ട് വന്നോടെ എനിക്ക് ഷേഖൻ്റെ ഒക്കെ തന്ന്. ഷേഖൻ എന്നപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല മനുഷ്യനാണ് എന്നൊക്കെ. അപ്പോൾ ഷേഖൻ എന്നിട്ട് എന്താ പിന്നെ കാര്യമൊക്കെ അന്വേഷിച്ച് തിരക്കി. ഞാൻ എന്നിട്ടും അച്ഛൻ്റെ അടുത്ത് ഒരു അക്ഷരം മിണ്ടാതിരിക്കുക, കാര്യം കൊച്ചിനെ കാണണം. പിന്നീട് പറയുക അവൾക്ക് ഇഷ്ടമില്ല കേട്ടോ. ഇഷ്ടമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ് ഇഷ്ടമില്ലെന്ന് നിങ്ങൾ പറയുന്നതിനെ കാട്ടി അവൾ വന്ന് പറയുന്നില്ലേ ബെറ്റർ. അവൾ എന്നെ ഇഷ്ടമില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ കൈയിട്ട് തരാം എന്ന് പറഞ്ഞു. അവളെ പുറത്ത് വന്നപ്പോൾ മുടിയൊക്കെ അടിച്ച് ഇവിടെയൊക്കെ മുറിച്ച് നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ടോ? അവളെ നല്ലോണം ഉപദ്രവിച്ചായിരുന്നു. അങ്ങനെ ശാരി പേടിക്കൊന്നും വേണ്ട, നിനക്ക് പറയാനുള്ള പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ അവള് ഇഷ്ടമെന്ന് പറഞ്ഞു. വീട്ടിൽ വെച്ച് പറഞ്ഞു ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മാത്രം കേട്ടാൽ മതി. അത് ഉടനെ ഇവിടെ അച്ഛൻ പറയാം, ഇപ്പം ഒന്നും കെട്ടിക്കാനുള്ള ഇതൊന്നുമല്ല, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ തരുമോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കും 5 വർഷം പിന്നിലോട്ടാക്കിയപ്പോൾ എനിക്കൊരു വീട്ടിൽ 2 പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവരുടെ വിവാഹം അങ്ങ് കഴിയുമല്ലോ എന്ന് പറഞ്ഞ് ഞാനും ആശിച്ച്.
തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് അവിടെ നിന്ന് ഒരു ഒരാഴ്ച കഴിഞ്ഞോളം ഒരു കോൾ വരെയാണ് ഇവളെ വിളിക്കുന്നത്. പിന്നെ എൻ്റെ ഫോൺ ചെയ്തിട്ട് പറയാം ഞാൻ അങ്ങ് വരാമെന്ന് പറയാം. ഞാൻ പറഞ്ഞ് എന്താ ഇപ്പോൾ വരാൻ പോവുകയാണോ? അപ്പോൾ ഇപ്പോൾ വന്ന എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾ അവരിയ്ക്കയില്ലേ, എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ല, വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ ഇഷ്ടം. ഞാൻ പറഞ്ഞ് ഒന്നുകൂടെ ചിന്തിച്ചിട്ട് തീരുമാനം എടുത്തിട്ട് നീ എപ്പോൾ വന്നാലും എൻ്റെ വീട്ടിലെ വാതിൽ തുറന്നു കിടക്കും, നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പിന്നെ ആറ്റിങ്ങ പോയി ഞാൻ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മച്ചി അന്തം വിട്ടിരിക്കുക, എന്തുവാ നടക്കുന്നത് എന്ന് വെച്ചാൽ അച്ഛനമ്മ ഒന്നും പറഞ്ഞില്ലായിരുന്നു, നല്ല ഇതായിരുന്നു. കാര്യം ഞാൻ തെറ്റ് കാണിക്കത്തില്ല, തെറ്റ് ചെയ്യത്തില്ല എന്ന് അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ചെയ്ത വലിയ തെറ്റാണെന്ന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് അന്ന് സന്ധ്യയ്ക്ക് ഷാരു വന്ന് അന്ന് സന്ധ്യയ്ക്ക് ഒരു 8-10 ഒരു കോള് വരെ ഉണ്ടായി. കോള് വിളിച്ചത് ഒരു വക്കീലാണ്, ഇവരുടെ അമ്മ പറഞ്ഞ് വിളിപ്പിച്ചതാ. വിളിച്ചിട്ട് ചോദിക്കുക, ഹലോ എൻ്റെ ഫുൾ നെയിം മുത്തപ്പൻ, എന്നെ വീട്ടിൽ ചേച്ചിമാരൊക്കെ വിളിക്കുന്ന സജി എന്ന ആ പേരാ ഇവർക്കും അറിയാവുള്ളത്. അങ്ങനെ ആ സജിയാണോ? ഞാൻ പറഞ്ഞ് ആന്ന്. പിന്നെ അവിടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ടോ? പെണ്ണ് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ തോന്നുന്നുണ്ട്, ഏത് പെണ്ണ്? ശാരിക. ആ ഉണ്ട്, ഇത് അടുത്തിരിപ്പുണ്ട്, എന്താ? ആ ഞാൻ പറഞ്ഞു മൊബൈൽ കൊടുത്ത് പറയാം, എന്തോ സംസാരിച്ച് കൂടുതൽ കേട്ടില്ല, അവളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് വന്നതെന്നോ അവൾ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു. അന്നേരം സന്ധ്യയ്ക്ക് തീർന്ന് രാവിലെ തന്നെ ഞാൻ പിന്നെയും ജോലിക്കോട്ട് പോയി. ഞാൻ ജോലിക്ക് പോയിരുന്നു. ജോലിക്ക് പോയിട്ട് തിരിച്ച് ഒരു 11 മണി വന്നപ്പോൾ രാവിലെ 8 മണിക്ക് തിരിച്ച് കരയ്ക്ക് വന്ന് വീട്ടിൽ വന്നപ്പോൾ അവിടെ ആളൊക്കെ കൂടിയിരിക്കുക വീട്ടിൻ്റെ അവിടെ. എന്തുവാ? അപ്പോൾ ഒരു ആൻറ്റി പറയുക, പോലീസ് വന്നിട്ട് പോയതേ ഉള്ളൂ. ഞങ്ങട്ട് പോലീസ് എന്തിന്? നീ അപ്പോൾ അന്നാ അവർ നാട്ടിലുള്ള എല്ലാവരും അറിയുന്ന ഈ കൊച്ചു ഇവിടെ ഉള്ള കാര്യം. ഞാൻ ഷാരുടെ അടുത്തോട്ട് എന്താ ശരി എന്താ? അവിടെ നിന്ന് അച്ഛൻ കേസ് കൊടുത്തെന്നാ പറഞ്ഞേ. എന്തെന്നാ കേസ് കൊടുത്തേ? 17 വയസ്സായ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടോന്നു. ഞാൻ പറഞ്ഞ് നിന്നെ വല്ലവരും ഇവിടെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ഇവളുടെ അടുത്ത് ചോദിക്കണ്ടേ. നിന്റെ സർട്ടിഫിക്കറ്റൊക്കെ ഇങ്ങനെ എടുത്തൊന്ന് നോക്കട്ടെ. ആ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് കൊണ്ടിട്ട് തന്നായിരുന്നു. അതിൽ നോക്കിയപ്പോൾ 18 വയസ്സും 6 മാസം. ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്, ഇവിടെ ക്ലിയർ അല്ലയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ ആറ്റിങ്ങിലേക്ക് പിന്നെ സുരേഷ് എന്ന് പറയും ഒരു വക്കീൽ, ആ വക്കീലിനെ ഞാൻ ഫോൺ ചെയ്ത് പിന്നെ രജിസ്റ്റർ മാരേജ് കെട്ടാൻ ഉള്ള കാര്യങ്ങൾ തയ്യാറെടുത്ത്. അന്നേരം മതമൊന്നും മാറിയിട്ടില്ല. അങ്ങനെ രണ്ട് മതത്തിൽ തന്നെയാണ് നിൽക്കുന്നത്, ആൾ ഹിന്ദുവും ഞാൻ ക്രിസ്ത്യനായിട്ട്. അങ്ങനെ അവിടെ പിന്നെ ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഇതൊക്കെ എടുത്തപ്പോൾ എൻ്റെ രജിസ്റ്റർ മാരേജ് നടക്കണമെങ്കിൽ കടയ്ക്ക വരുമായിരുന്നു. അഞ്ചിനങ്ങ ഭാഗത്ത് കടയ്ക്ക ഒരു രജിസ്റ്റർ ഓഫീസാണ്, അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നപ്പോൾ അവിടുത്തെ സാറ് പറയാ അത് സാക്ഷിക്കൊക്കെ വരുന്നവരൊക്കെ ഇംഗ്ലീഷിൽ എഴുതി ഒപ്പിടണമെന്ന്. അതിന് എഴുത്തുമായനെ അറിയാത്ത കുറച്ചെണ്ണം ഉണ്ടായിരുന്നു. ഞാൻ പറയാം ഇവരെങ്ങനെ സ്വന്തം അച്ഛൻ്റെ എഴുത്തുമായനൊന്നും അറിയത്തില്ല, എങ്ങനെ ഒപ്പിടണേ? എങ്ങനെ അങ്ങനെ നിർബന്ധമുണ്ടോ? ഇല്ല, അത് അറിയാത്തവർക്ക് അങ്ങനെ. ഞാൻ പറഞ്ഞ വേണ്ട, അവിടുത്തെ ക്യാൻസൽ ചെയ്ത് വേണ്ട. അപ്പോൾ അവിടെ ഒരു മണി എന്ന് പറഞ്ഞ അയാളുടെ പേര്, അയാളായിരിക്കുന്നത്. അപ്പോൾ അയാളുടെ അടുത്ത് പറഞ്ഞ് അങ്ങളെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നാളെ അടുത്ത ആഴ്ച എഴുത്തും വായന അറിയുള്ള. പക്ഷെ അത് എനിക്ക് ഒന്നും അതിന് മനസ്സിലാത്തൊരു കാര്യമുണ്ട്. രജിസ്റ്റർ ഓഫീസിലെ ഒരു കാര്യം ഓരോരുത്തർ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല. ചെയ്യുമല്ലോ നമ്മൾ അങ്ങനെ ഞാൻ ചോദിച്ച് ഇതിനു മുന്നേ ഇവിടെ കല്യാണമൊക്കെ പിന്നെ രജിസ്റ്റർ ഓഫീസ് ചെയ്യുന്നുണ്ടല്ലോ, അവര് ഇപ്പൊ എഴുത്തും വായന അറിയാത്തവരൊക്കെ ഒന്ന് മലയാളത്തിലല്ലേ എഴുതി ഒപ്പിടുന്നത്. അപ്പോ എന്റെ കാര്യം നടക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും അന്നത്തെ സാഹചര്യത്തിൽ എനിക്കറിയാൻ പറ്റുന്നില്ല. നന്നായി പോയി എന്നാണോ തോന്നുന്നത്? ഇല്ല, അത് നല്ലതാണ്. എനിക്ക് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞു. എന്താണ് അങ്ങനെ? എനിക്ക് തെറ്റ് എന്ന് വെച്ചാൽ പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഇതിനു വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും ബൈബിളൊക്കെ വായിച്ചിട്ടാ ഏത് കാര്യത്തിനും മുന്നോട്ട് ഇറങ്ങി പോകുന്നത്. കാര്യം ദൈവത്തോട് ഭയമുണ്ട്, മനുഷ്യരോട് നല്ല സ്നേഹമുണ്ട് എന്നുള്ള ഒരു ഇതേ ഉള്ളു. ഇങ്ങനെ പോകരുത് എന്നൊരു തോന്നൽ തോന്നി. നേരെ അച്ഛനും അമ്മയൊക്കെ കൺസൾട്ട് ചെയ്ത് ആഗ്രഹിച്ചു. സമുദായത്തിലേക്ക് വരണം അവരും. നിങ്ങളുടെ സമുദായത്തിലും ആ രീതിയിൽ വിളിച്ച് പറഞ്ഞ് രണ്ടുപേരുടെയും മനസ്സമ്മതമൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ നടത്തണം. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചപ്പോൾ പിന്നീട് ഇതൊക്കെ ഭയങ്കര ഇതായല്ലോ. അന്ന് പറഞ്ഞ് വേണ്ടാന്ന് വെച്ച് പിന്നെ ഞാൻ വീട്ടിലോട്ട് വന്ന്
പിന്നെ ഫെറോന പള്ളിയിലോട്ട് പോയി, എൻ്റെ ദേവാലയത്തിലോട്ട് പോയി. ആലയത്തിൽ പോയിട്ട് പിന്നെ ഞങ്ങളുടെ വികാരി അച്ഛനെ കണ്ടായിരുന്നു, അനീഷ് ഫെർണാണ്ടസ് അച്ഛൻ. ആ അച്ഛനെ പോയി കണ്ട് ഞാനിങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ച്, ആ അച്ഛനെ എന്നെ അറിയാമായിരുന്നു. അപ്പോൾ അച്ഛൻ ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇവിടെയും മോനെ ഭയങ്കര നിബന്ധനകളുള്ളതാണ്. എന്തുവാ, ഇത് കോടതിയുടെ അംഗീകാരം ഫുള്ളും വേണം, ഗവൺമെൻറ് അംഗീകാരം ഫസ്റ്റ് വേണം എന്ന് പറഞ്ഞു. കൊച്ചിന് മതം മാറ്റണം എന്നൊക്കെ അച്ഛൻ 3 ഇത് തന്നായിരുന്നു, നിബന്ധന വന്നായിരുന്നു. ആദ്യം പോയി നല്ല വക്കീലിനെ കണ്ട് വക്കീലായിട്ട് സംസാരിച്ച് ഈ കൊച്ചിനെ മതം മാറ്റാനുള്ള രീതി. അങ്ങനെ ഞാൻ ശരിക്കും ഭയങ്കര അത്ഭുതം തോന്നുന്നു. രജിസ്റ്റർ ഓഫീസിൽ അങ്ങനെ മാറിയത് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളിയിൽ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നടത്തണം എന്നുള്ള താല്പര്യമുള്ളതായിരിക്കും. രജിസ്റ്റർ ഓഫീസിൽ അങ്ങനത്തെ ഒന്നും പറയത്തില്ല, അങ്ങനെയുള്ള ഒന്നും പറയത്തില്ല. എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് എന്റെ ഇതിൽ വന്ന ഇല്ല മാഡം, എനിക്കറിയാമായിരുന്നു അത്. കാര്യം എന്ന് വെച്ചാൽ ഇവര് ഒരു വലിയ വയസ്സിന് മൂത്ത ഒരു വ്യക്തി പറയുന്നതിലേ എനിക്കറിയാൻ പറ്റുള്ളൂ, അവരെ ധിക്കരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാനും നിങ്ങളെ ക്രിസ്ത്യൻ മാരേജ് ആക്ട് അനുസരിച്ച് കല്യാണം കഴിക്കുമ്പോൾ ഒരാൾ ക്രിസ്ത്യാനിയും ഒരാൾ വേറെ ഏതെങ്കിലും ജാതിയാണെങ്കിൽ ക്രിസ്ത്യൻ മാരേജ് ആക്ട് അനുസരിച്ചായിരിക്കും പള്ളിയിലെ വിവാഹം. കൺവർഷൻ വേണമെന്നൊരു കണ്ടീഷനും ഇല്ല. അങ്ങനെ ഞാൻ നേരെ കോടതി പോയ ഇവിടെ വക്കീൽ ഓഫീസിൽ പോയായിരുന്നു ആറ്റിങ്ങില്. 50 രൂപ പത്രത്തിൽ എഴുതി അവളെ മതം മാറ്റി, അവൾക്ക് പൂർണ്ണ സമ്മതത്തോടെ. അങ്ങനെ അവിടെ പോയി ആ തുണ്ടൊക്കെ മേടിച്ച് കൊണ്ട് കൊടുത്തു. 3 തുണ്ട് എന്നായിരുന്നു. ഒന്ന് പള്ളിയിലോട്ട് കൊടുത്ത്, ഒന്ന് എൻ്റെ കൈവശം വെച്ചിരുന്ന്, ഒന്ന് ആ വക്കീലിനെ വെച്ചായിരുന്നു 50 രൂപ പത്രത്തിൽ. ഇയാൾ മതം മാറിയായിട്ട് പിറ്റേന്ന് ഇവൾക്ക് പേര് ഇടണം. അവിടുത്തെ ഞങ്ങളുടെ ആചാരപ്രകാരം തലോട്ടപ്പനും തലോട്ടമ്മയും ആചാരപ്രകാരം ഇവളുടെ പേര് മാറ്റി, ഇവളെ ജാതി ആയല്ലോ, മതം മാറിയല്ലോ, അപ്പോൾ ഇവൾക്ക് പേരിടണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് പേര് മാറ്റണ്ട, പേര് ശാരിക തന്നെയാണ് കിടക്കട്ടെ. കാര്യമെന്ന് വെച്ചാൽ അവൾ പഠിച്ചോളാം, അവളുടെ ഫ്യൂച്ചറില്ലാതെയാവും പേര് മാറ്റിക്കഴിഞ്ഞാൽ. അവളുടെ സർട്ടിഫിക്കറ്റിലൊക്കെ അവളുടെ പേരാണ്. ആ ശരി, അത് മാറ്റുന്നില്ല, അതിനെ കിടക്കട്ടെ. അങ്ങനെ അവൾക്ക് മാമോദീസ കൊടുത്ത് ഇവളെ മതം മാറ്റി. അപ്പൊ എത്ര നാൾ ആ കുട്ടി അവിടെ നിന്നിട്ടുണ്ട്? ഇത് 1 മാസത്തിനകം നടക്കുന്നു ഇതെല്ലാം? ഇല്ലല്ല, വന്ന് 1 മാസവും ഇല്ല. ഞാൻ ഈ കാര്യം ഇങ്ങനെ, ഇത് കല്യാണം കഴിച്ച കാര്യം മാത്രമേ ഇങ്ങനെ പറഞ്ഞുള്ളൂ. ഇവള് വന്ന് കുറെ ദിവസം കഴിഞ്ഞിട്ടാ ഒരു കുഞ്ഞായതിനു ശേഷം ഞാൻ വിവാഹമായത്. ഒരു കുഞ്ഞുണ്ടായതിനു മുന്നേ. വിവാഹത്തിന് മുമ്പ് നിങ്ങൾ ബന്ധപ്പെട്ടു, പരസ്പരം ജീവിച്ചു. 1 വർഷം വരെ വീട്ടിൽ തന്നെയല്ലോ, കാര്യം ഞങ്ങളുടെ ഭവനത്തിൽ തന്നെയല്ലോ. അപ്പൊ ഇതൊന്നും നടക്കാൻ വേണ്ടിയല്ലോ ഞങ്ങളുടെ നെട്ടോട്ടം. പിന്നെ ഈ കുഞ്ഞും കൂടെ ആയി തീർന്നപ്പോ മനസ്സിനൊരിത്, കാര്യം നാട്ടുകാർ വല്ലതും പറയുമോ, ഈ ഒരു താലി ഇല്ലാതെ ഒരു പെൺകുഞ്ഞിനെ വീട്ടിൽ വെച്ചിരുന്ന സമൂഹം നമ്മളെ തെറ്റായിട്ടല്ലോ. അതിനുവേണ്ടി പോയി വിവാഹം നല്ലോണം കഴിച്ച് നല്ല സന്തോഷകരമായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷകരം ജീവിതം. പിന്നെ അവളെ അച്ഛനും അമ്മയും കോൺടാക്ട് ചെയ്യും അവളെ. അവർക്കൊക്കെ കോംപ്രമൈസ് ആയി. അവരെ ഞാൻ കല്യാണത്തിന് ക്ഷണിച്ചായിരുന്നു വീട്ടിൽ നിന്ന്. ക്ഷണിച്ച് അവര് കല്യാണത്തിന് വരാൻ പറ്റില്ല. അമ്മ മാത്രം 9 മണിക്കാണ് വന്നത്. എന്റെ കല്യാണം 6 മണിക്കാണ് നടക്കുന്നത്. ഈ കുഞ്ഞൊക്കെ ഉണ്ടായപ്പോ വന്നോ? അപ്പൊ അവര് വന്നോ? അത് അമ്മ വന്ന കല്യാണത്തിന്. കല്യാണം പിന്നീടല്ലേ നടന്നത്? കുഞ്ഞൊക്കെ ഉണ്ടായല്ലോ. കുഞ്ഞ് അവരുടെ വീട്ടിൽ വെച്ചാ കുഞ്ഞ് ജനിച്ചേ. നിങ്ങളുടെ വീട്ടിൽ വന്ന പിന്നെ അവർക്ക് പ്രശ്നമൊന്നുമില്ല, പെണ്ണിന്റെ വീട്ടുകാർക്ക്? അവർക്ക് പിന്നെ വെളിയിൽ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ സഹകരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും? ഇല്ല, എനിക്ക് കാര്യം എന്ന് വെച്ചാൽ ഇവളുടെ അമ്മ അച്ഛനാണ്, അവളെ വെറുപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാര്യം എന്റെ അമ്മ അച്ഛനാണെ പോലെ അവനെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ മുത്തപ്പ, നിങ്ങളെ വീട്ടിൽ വന്നു, ഇങ്ങനെ വിവാഹത്തിനൊക്കെ വേണ്ടി അന്വേഷിച്ച് നടന്നു, ബുദ്ധിമുട്ടുകൾ പറഞ്ഞു, അപ്പം മാമോദിസ മുക്കണമെന്ന് പറഞ്ഞു, അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് പോയി. അപ്പം നിങ്ങൾ ജീവിതം തുടങ്ങി. ആ തുടങ്ങിയിട്ട് പിന്നെ എന്നാണ് നിങ്ങൾ അവളുടെ വീട്ടിലേക്ക് പോയത്? ഞങ്ങൾ കല്യാണം കഴിക്കും മുന്നേ. കല്യാണം ഈ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 1 കൊല്ലം കഴിഞ്ഞിട്ടാ കല്യാണം. അവിടെ നടന്നു എന്ന് പറഞ്ഞോണ്ട് അതിന് മുമ്പേ തന്നെ മുന്നേ തന്നെ ഈ പ്രശ്നമൊക്കെ ലോഹ്യമായി അല്ലേ? ഈ കുഞ്ഞിനെ കൊണ്ടുവന്നില്ലായിരുന്നോ സാറേ? കൊണ്ടുവന്ന അന്ന് തന്നെ പിന്നെ ഇവക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അച്ഛനെ കാണണം, അമ്മേനെ കാണണം എന്നുള്ള ഒരു ഇതായി. അപ്പോ ഞാനായിട്ട് എന്തിനാ തടയുന്നത്? ഞാൻ പറഞ്ഞ് എനിക്ക് ആഗ്രഹം തന്നെയാ നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്നെ സഹകരിക്കണമെന്ന്. ഞാൻ കോള് ചെയ്ത് പിന്നെ അച്ഛനെ ഒന്ന് ലൈനിലോട്ട് കൊണ്ടുവരാം. പിന്നെ അതിൽ നിന്ന് കോംപ്രമൈസായി നല്ല കുടുംബജീവിതം നല്ലോണം ഞങ്ങളും അവരും എല്ലാം. അപ്പൊ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് മാമോദിസ മുക്കിയത്? രണ്ടുപേരും. കുഞ്ഞിന് മാമോദിസ കൊടുത്തില്ല. കുഞ്ഞിന് മാമോദിസ കൊടുക്കാൻ അവര് സമ്മതിച്ചില്ല. ക്രിസ്ത്യനായിട്ടാണോ ഹിന്ദു ആയിട്ടാണോ എനിക്കറിയത്തില്ല. അവള് ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ അല്ലെങ്കിൽ ബന്ധക്കോസ് ആണോ എന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. മാമോദിസ കൊടുക്കാതിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാന് മാമോദിസ പിന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയും പ്ലാനിട്ട് ഞാൻ വേറെ ഒരു
കൂട്ടുകാരനെ കുമ്പാരിസ്ഥാനം ഞാൻ പിടിച്ചായിരുന്നു. അതിനുവേണ്ടി ഞാൻ വിഴിഞ്ഞം വരെ പോയി. അവിടുത്തെ അവൻ്റെ തുണ്ട് വേണമായിരുന്നു. അവൻ്റെ പിന്നെ പള്ളിയിലെ തുണ്ടും എൻ്റെ പള്ളിയിലെ തുണ്ടും കൂടെ ജോയിൻ്റ് ആയാലേ ഈ കൊച്ചിന് മാമോദീസ പേരിടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ ഇതിനു വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് തിരിച്ചു വന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഇവർ സമ്മതിക്കത്തില്ല ഒരു വിധത്തിലും. കൊച്ചിനെ തരത്തില്ല പേരിടാൻ വേണ്ടി. ഞാൻ കേട്ട് ഇവിടെ എന്താ പേരിടാൻ വേണ്ടി കൊച്ചിനെ തരാത്ത? ഇത് എൻ്റെ കൊച്ചല്ലയോ? നമ്മൾ പേരിടാത്ത എൻ്റെ കൊച്ചിന് പേരിടണ്ടയോ? അവൾ പിന്നെ ആരാട്ട വളരണേ? ദൈവം എന്താ തീരുമാനിക്കുന്നത് അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞ് ഇവർ ആലയത്തിലൊക്കെ കൊണ്ടുപോകും. ഒരു എന്തൊക്കെ അവരുടെ ആലയത്തിലൊക്കെ കൊണ്ടുപോകും. കുറച്ച് ദിവസം ഞാൻ തടുത്തായിരുന്നു, അങ്ങനെ കൊണ്ടുപോകരുത്, എനിക്കിഷ്ടമില്ല അങ്ങനെ കൊണ്ടുപോകണേ. ബന്ധക്കോസ്തിന്റെ ആലയത്തിൽ കൊണ്ടുപോകും. ബന്ധക്കോസ്തി കൊണ്ടുപോകാനേ. അപ്പം ഞാൻ പറയും എനിക്ക് ഇഷ്ടമില്ല, നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞു.